തുടക്കം മുതൽക്ക് തന്നെ ആസിഫ് അലി നായകനായിട്ട് തിയേറ്ററിൽ എത്താനിരിക്കുന്ന രേഖാചിത്രം എന്ന സിനിമയ്ക്ക് ഒരു മമ്മൂക്ക പ്രസൻസ് ഉണ്ട്. അതെന്താണെന്നല്ല അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുള്ള പ്രധാന കാരണം ജോഫിൻ ടി ചാക്കോയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ദ പ്രീസ്റ്റ് എന്ന മമ്മൂട്ടി സിനിമയ്ക്ക് ശേഷം നേരെ ആസിഫ് അലി സിനിമയിലേക്കാണ് ജോഫിൻ ടി ചാക്കോ എത്തപ്പെട്ടത്. അദ്ദേഹം തന്നെ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കയുടെ ഒരു സാന്നിധ്യം ഈ ഒരു സിനിമയിൽ ഉണ്ട് എന്നുള്ള കാര്യം. പിന്നീട് മമ്മൂക്കയുടെ ക്ലോസ് ഫ്രണ്ടായ വേണു കുന്നംപള്ളിയാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഇതാ മമ്മൂക്കയുടെ സാന്നിധ്യത്തെ കുറിച്ച് വാചാലമായി സംസാരിച്ചിരിക്കുകയാണ്. അതെന്താന്നല്ല അത് നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. മമ്മൂക്കയുടെ അടുത്ത് ഇത് പറഞ്ഞു കഴിയുമ്പോൾ മമ്മൂക്കയുടെ ചില ഇൻപുട്ടുകളുണ്ട് ഇതിൽ. ഇങ്ങനെ മതി എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ പുള്ളി ചില കാര്യങ്ങൾ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെ മതി. നമ്മൾ ചിലപ്പോൾ ആവശ്യപ്പെട്ടത് വേറെ ഒന്നായിരുന്നു, പക്ഷെ മമ്മൂക്ക പറഞ്ഞല്ല അത് വേണ്ട, ഇങ്ങനെ പോയാൽ മതി എന്ന് ഒക്കെ പറഞ്ഞിട്ട് നമ്മളത് അങ്ങനെ തന്നെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിരിക്കും എന്തായിരിക്കാം മമ്മൂക്ക പറഞ്ഞേക്കുന്നത്, എന്താണ് ഇവിടെ സംഭവിച്ചത്. ദ ക്യൂ സ്റ്റുഡിയോക്ക് നൽകിയ അഭിമുഖത്തിലാണ് വേണു കുന്നംപള്ളി മനസ്സ് തുറന്നിരിക്കുന്നത്. വളരെ വലിയ സസ്പെൻസുകളും അതോടൊപ്പം തന്നെ മമ്മൂക്കയുടെ സാന്നിധ്യങ്ങളെല്ലാം ഉള്ളൊരു സിനിമയിൽ തന്നെയാണ് രേഖാചിത്രം. ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് മമ്മൂക്കയോട് പറഞ്ഞ സമയത്ത് മമ്മൂക്ക ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മമ്മൂക്ക പറഞ്ഞ പോലൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. വലിയ സസ്പെൻസുകളെല്ലാം ഒളിപ്പിച്ച് വെച്ച് കഥ പറയുന്ന മൂവിയാണിത്. കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ സാധിക്കില്ല, അത് നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കുമെന്നൊക്കെയാണ് വേണു കുന്നംപള്ളി ദ ക്യൂ സ്റ്റുഡിയോക്ക് നൽകിയ പുതിയ അഭിമുഖത്തിൽ സംസാരിച്ചിരിക്കുന്നത്. ആസിഫ് അലിയുടെയും വേണു കുന്നംപള്ളിയുടെയും ജോഫിൻ ടി ചാക്കോയുടെയും രേഖാചിത്രത്തിന് ഇപ്പോൾ വലിയ നേട്ടം കൈവരിക്കാൻ വേണ്ടി സാധിച്ചിരിക്കുകയാണ്. IMDbയുടെ മോസ്റ്റ് ഇന്ത്യൻ ആൻറ്റിസിപ്പേറ്റഡ് മൂവി വിഭാഗത്തിൽ 5ാമത്തെ പൊസിഷനിലേക്ക് ഈ ചിത്രം എത്തപ്പെട്ടിരിക്കുന്നു. 10 സിനിമകളുള്ള ഈ ഒരു ലിസ്റ്റിൽ മറ്റൊരു മലയാള സിനിമക്കും സ്ഥാനം പിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. 1ാം സ്ഥാനം ഗെയിം ചേഞ്ചർ, 2ാം സ്ഥാനം ആസാദ്, 3ാം സ്ഥാനത്ത് ദാക്കു മഹാരാജ്, 4ാം സ്ഥാനം ദേവ, 5ാമത്തെ സ്ഥാനത്താണ് രേഖാചിത്രം എന്ന മൂവി വന്ന് നിൽക്കുന്നത്. മുന്നിലുള്ള സിനിമകളെല്ലാം ഈ ആഴ്ച തിയേറ്ററിൽ എത്തുന്ന സിനിമകളാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള മലയാള മൂവികളെല്ലാം ഹൈപ്പിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ആഴ്ചയൊക്കെ ഈ ഒരു പട്ടികയിൽ എത്തപ്പെടും. മലയാളത്തിൽ നിന്നും ഈ ആഴ്ച തിയേറ്ററിൽ എത്തുന്ന ഏറ്റവും ഹൈപ്പുള്ള മൂവിയാണ് രേഖാചിത്രം. അടുത്ത ആഴ്ച 16ാം തീയതി പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ എത്തുന്നുണ്ട്. അടുത്ത ആഴ്ച ആ ഒരു ചിത്രത്തെ ഈ ഒരു പട്ടികയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ബൈ.